സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോയ ഭൂരിഭാഗവും അന്യസംസ്ഥാന തൊഴിലാളികൾ ഇനിയും നാട്ടിലേക്ക്, അതായത് കേരളത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള സ്തംഭനാവസ്ഥയിലേക്ക് കേരളത്തിലെ പല മേഖലകളും പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് അവധിക്ക് നാട്ടിലേക്ക് പോയ ഭായിമാർ ചതിച്ചു എന്നുള്ളതാണ് കേരളത്തിലെ നിലവിലത്തെ മുതലാളിമാരുടെ വലിയ രീതിയിലുള്ള നറേഷൻ എന്ന് പറയുന്നത്. കേരളത്തിൽ പണി കിട്ടിയവരുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. സ്വന്തം നാട്ടിലേക്ക് അവധിക്ക് പോയ അന്യസംസ്ഥാന തൊഴിലാളികൾ ഭൂരിഭാഗവും തിരിച്ചെത്താത്തത് മൂലം കേരളത്തിലെ വിവിധ നിർമ്മാണ മേഖല സ്തംഭനാവസ്ഥയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. ബംഗാളികളും ആസാമികളുമായ ഇവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം തൊഴിലാളികളും അവിടെ നടന്ന തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്നതിനും ബലിപെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനുമായാണ് പശ്ചിമ ബംഗാൾ, ആസാം തുടങ്ങിയ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയത്. തിരഞ്ഞെടുപ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞിട്ടും ജോലിക്കായി അവർ ഇവിടെ തിരിച്ചെത്താത്തതാണ് പല തൊഴിൽ മേഖലകളെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ മേഖലയിലെ തൊഴിലാളികളിൽ ഭൂരിഭാഗവും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. മിക്ക ഹോട്ടലുകളിലെയും ഷെഫ് മാത്രമല്ല, വെയിറ്റർമാർ വരെ അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു. ഇവിടുത്തെ പല മേഖലയിലെയും നിറസാന്നിധ്യമായിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾ. ചില സ്ഥാപന ഉദ്യോഗസ്ഥരും കോൺട്രാക്ടർമാരും ഇവരുമായി കഴിഞ്ഞ ദിവസവും ബന്ധപ്പെടുമ്പോൾ ചിലർക്ക് അന്യസംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലേക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുള്ളതായി സൂചന ലഭിച്ചു. ചിലർ ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തതാണ് തിരികെ വരാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. മിക്ക അന്യസംസ്ഥാന തൊഴിലാളികളും കൂലി കൂടുതൽ ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ പല മേഖലയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തവരായി തീർന്നെന്ന തിരിച്ചറിവ് അവർക്ക് വന്നിരിക്കുന്നു. കൂലി വർധനവ് ഉൾപ്പെടെയുള്ള തങ്ങളുടെ ഡിമാൻഡുകൾ നിരത്താനുള്ള അവസരത്തിനായിട്ടാണോ കേരളത്തിലേക്ക് മടങ്ങി വരാൻ മടി കാണിക്കുന്നതായി ഭാവിക്കുന്നത് എന്നും ചില അന്യസംസ്ഥാന തൊഴിലാളികളെ ഡീൽ ചെയ്യുന്ന ഏജൻസികൾക്ക് സംശയമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.